ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ദേ വാക്യ വിസ്താർ കരെ എന്ന് പറയുന്നത്. ഒന്നില്ല, എന്താണ് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചുവന്ന പൂവ്, മുറ്റത്തുള്ള ചുവന്ന പൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നന്നായിട്ട് വലുതാക്കി എഴുതുന്നതാണ് നമ്മൾ വാക്യ വിസ്താർ കരെ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ലൈറ്റ് ജലായി, എന്നാണ് കത്തിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് തന്നിട്ടുണ്ട്, ദേ ഒരു 3 ഹിന്റ് തന്നിട്ടുണ്ട്. നയേ മക്കാൻ മേ അപ്പുനെ ഹർ ജഗഹ് കി എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നിങ്ങൾ ഇത് മലയാളത്തിൽ ഇതിനൊരു വാക്യമാക്കി മാറ്റാന്ന് പറയുന്നതാണ്. ലൈറ്റ് കത്തിച്ചു എന്ന് തന്നിട്ടുണ്ട്. ആ ഹിന്റ് ആദ്യം മലയാളത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നോക്കുക. നയേ മക്കാൻ മേ എന്ന് വെച്ചാൽ പുതിയ കെട്ടിടത്തിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പനെ എന്ന് വെച്ചാൽ തന്റെ എന്നുള്ള അർത്ഥമാണ്. ഹർ ജഗഹ് കി വെച്ചാൽ എല്ലാ സ്ഥലത്തെയും എന്നുള്ള അർത്ഥമാണ്. എന്നിട്ട് ഈ ഒരു അർത്ഥം വെച്ചിട്ട് മക്കൾ ഒരു പുതിയൊരു സെന്റൻസ് സ്വന്തമായിട്ട് മലയാളത്തിൽ ഉണ്ടാക്കാൻ നോക്കുക. എന്താണ്, നമ്മുടെ തന്റെ പുതിയ വീട്ടിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് കത്തിച്ചു. അതല്ലേ നമ്മുടെ മലയാളത്തിൽ വരുന്ന സ്ട്രക്ചർ. അതേപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, അത് ഹിന്ദിയിലോട്ട് മാറ്റി എഴുതുക. അങ്ങനെ മാത്രം ആലോചിക്കാൻ നോക്കിക്കേ. ലൈറ്റ് ജലായി, ലൈറ്റ് കത്തിച്ചു. പുതിയ കെട്ടിടത്തിലെ ലൈറ്റ് കത്തിച്ചു. നോക്കണേ, നമ്മൾ കറക്റ്റ് മലയാളം ആലോചിച്ചാൽ തന്നെ എന്ത് കിട്ടും, ഹിന്ദിയുടെ സ്ട്രക്ചറും കിട്ടും. നയേ മക്കാൻമേ ലൈറ്റ് ജലായില്ലേ, പുതിയ കെട്ടിടത്തിൽ ലൈറ്റ് കത്തിച്ചു. ഇനി അടുത്ത എന്തായിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നോക്കിക്കേ. പുതിയതായിട്ട് നമ്മൾ ഇത് ചേർത്ത് കൊടുത്തു. അടുത്ത പുതിയത് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുന്നത്, നമ്മളെ ഹർ ജഗഹ് കി എന്ന് പറയുന്ന ആ ഒരു ഭാഗം ചേർത്ത് കൊടുക്കുക. നോക്കിക്കേ, പുതിയ കെട്ടിടത്തിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് കത്തിച്ചു. നോക്കിക്കേ, നയേ ജഗഹ് കി അല്ലെങ്കിൽ നയേ മക്കാൻമേ ഹർ ജഗഹ് കി ലൈറ്റ് ജലായി എന്ന് നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, അടുത്ത അവസാനം എന്തായിരിക്കും, തന്റെ, സ്വന്തം എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. അപ്പനെ എന്ന് പറഞ്ഞ സെന്റൻസ് നമ്മൾ മുന്നിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. തന്റെ പുതിയ കെട്ടിടത്തിലെ എല്ലാ വീട്ടിലെയും ലൈറ്റ് കത്തിച്ചു എന്നാണല്ലോ നമ്മൾ മലയാളത്തിൽ പറയാ. അതേപോലെ തന്നെയാണ് ഹിന്ദിയിലും വരിക. നോക്കിക്കേ, അപ്പനെ നയേ മക്കാൻമേ ഹർ ജഗഹ് കി ലൈറ്റ് ജലായി എന്ന് പറയുന്നത്. അപ്പൊ ഓരോ വാക്കുകളായിട്ട് എവിടെ ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് അത് ഉണ്ടാക്കി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. 2 മാർക്കിനും 3 മാർക്കിനും ഈ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും എന്റെ മക്കൾ എഴുതിക്കോളാം. ടാറ്റാ, ബൈ ബൈ.